ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ DPSPയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നത്, അപ്പോൾ അതനുസരിച്ച് നിങ്ങളും ഒന്ന് കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്ത് ഭരിക്കുന്നവരുണ്ട്, ഭരിക്കപ്പെടുന്നവരും ഉണ്ടെന്ന് നിങ്ങളിപ്പോൾ ഒന്ന് സങ്കല്പിക്കുക. വേറെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം, പക്ഷേ നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറയാം. നിങ്ങൾ ഈ കാര്യത്തിൽ ഇതിനു വേണ്ടി മാത്രം ഞാൻ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യുക. അതായത് ഒരു രാജ്യം എടുക്കുമ്പോൾ അവിടെ ഭരിക്കുന്നവരുണ്ട്, ഭരിക്കപ്പെടുന്നവരുണ്ട്. ഭരിക്കുന്നവർക്ക് പവറുണ്ട്, ഭരിക്കപ്പെടുന്നവർക്ക് അവകാശങ്ങളുണ്ട്. ഭരിക്കുന്നവർക്ക്, അതായത് ഗവൺമെൻറ്, നമ്മുടെ രാജ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗവൺമെൻറ്, നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ജനാധിപത്യ ഗവൺമെൻറ്റാണ്. അതായത് ഇവിടുത്തെ ജനങ്ങളാണ് ആ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പം ഭരിക്കുന്നവർക്ക് കുറച്ച് പവേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഭരിക്കപ്പെടുന്നവർക്ക് കുറച്ച് അവകാശങ്ങളും കൊടുത്തിട്ടുണ്ട്. ഭരിക്കുന്നവരുടെ പവേഴ്സും ഭരിക്കപ്പെടുന്നവരുടെ അവകാശങ്ങളും കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു സന്തുലിതാവസ്ഥയിൽ പോയാൽ മാത്രമേ ഒരു രാജ്യം ഭയങ്കര രീതിയിൽ മെച്ചപ്പെടുകയുള്ളൂ, രക്ഷപ്പെടുത്തുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? ഈ ഭരിക്കുന്നവർക്കും ഭരിക്കപ്പെടുന്നവർക്കും വേണ്ടിയുള്ള ചില അവകാശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബുക്കാണ് എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ. നാളെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ, ഒരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ നേരെ നമ്മൾ എന്താ ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ എഴുതിയിരിക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ വിധി പറയുന്നത്. ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ധരിച്ച് വെച്ചാൽ മതി. മതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മതത്തിൽ ഉള്ള രണ്ട് പേര് തമ്മിൽ വഴക്കുണ്ടാവുകയാണെങ്കിൽ നേരെ നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? ഏതെങ്കിലും ഒരു പുരോഹിതനെയൊക്കെ പണ്ട് കാലത്ത് വിളിക്കുമായിരുന്നു. എന്നിട്ട് പുരോഹിതൻ വലിയ പണ്ഡിതൻ ആയിട്ട് കുറച്ച് റോളൊക്കെ ഇറക്കി, ഇന്നയിടത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ന ആത്മീയതയിൽ ഇതൊക്കെയാണ് കാര്യം, അപ്പം നിങ്ങൾ ക്ഷമിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പരിപാടി സോൾവ് ചെയ്യത്തില്ലേ? അപ്പം അതുപോലെയാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ, അതിൻ്റെയൊക്കെ പ്രവൃത്തി എന്ന് പറയുന്നത് ഫലത്തിൽ ഇതാണ്. എല്ലാത്തിനെയും ഒരുമിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രധാന ദൗത്യം. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 ജനങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭരിക്കപ്പെടുന്നവരാണ് നമ്മൾ, അപ്പം നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി പാർട്ട് 4 വരുമ്പം ഗവൺമെൻറ്റിനുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് പാർട്ട് 4 DPSP എന്ന് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ആ പേരൊന്ന് ഡീകൺസ്ട്രക്ട് ചെയ്തേ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, മാർഗനിർദ്ദേശ തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്തിനു വേണ്ടി? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, സ്റ്റേറ്റിൻ്റെ പോളിസിക്ക് വേണ്ടി. സ്റ്റേറ്റ് ഇവിടെ ഗവൺമെൻറ് എന്ന് വേണേൽ നമുക്ക് കരുതാം. അപ്പം ഗവൺമെൻറ്, അതായത് നമ്മൾ പോളിസി മേക്കേഴ്സാണ്, നമ്മൾ ജയിപ്പിച്ചു വിടുന്ന MLA മാരും MP മാരും എല്ലാവരും. ഗവൺമെൻറ് അല്ലെങ്കിൽ MLA മാരുടെ MP മാരുടെയും ജോലി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയണ്ടേ? പോളിസി മേക്കിംഗ് എന്നുള്ളതാണ്. ആ പോളിസി മേക്ക് ചെയ്യാനാണ് പല ലോസൊക്കെ ഇവർ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്, പ്രൊമൽഗേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഭരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള അവരുടെ സുസ്ഥിരതയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയുള്ള പോളിസീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ജയിപ്പിച്ചു വിടുന്നവരുടെ പരിപാടി. അപ്പം അങ്ങനെ അവർ ജയിപ്പിച്ചു വിടുന്ന ഇവർ ചെയ്യുന്ന ഒരു പരിപാടി പോളിസി മേക്കിംഗ്. അപ്പോൾ ഈ പോളിസി മേക്കിങ്ങിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളാണ് എന്തെന്നുള്ളത് DPSP എന്നുള്ളത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് പുതിയ പുതിയ കോൺസ്റ്റിറ്റ്യൂഷനുകളിലാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പം ഈ ലോകം ഈ പരുവത്തിലൊക്കെ ആയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. പണ്ട് ഇവിടെ ഒരു 1500 കാലഘട്ടം വരെ, ഏതാണ്ട് 5 നൂറ്റാണ്ടിന് മുന്നേ വരെ ഇവിടെ രാജാക്കന്മാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മതത്തിൻ്റെ പേരിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബാർബേറിക് ആയിട്ടുള്ള കുറേ ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്നു എല്ലാ കാലത്തും എല്ലായിടത്തും. ഓക്കെ, അപ്പം ഈ 5 നൂറ്റാണ്ടൊക്കെ ആ ഒരു 5-6 നൂറ്റാണ്ടുകൾക്കുള്ളിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇത്രയും സിവിലൈസ്ഡ് ആയിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോടെയൊക്കെ സംസാരിക്കാനും ചിന്തിക്കാനും തുടങ്ങി. അതിനു മുന്നേ വരെ പല അന്ധവിശ്വാസങ്ങളും എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പം പഴയ കാലത്തുണ്ടായിരുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. പഴയ കാലത്തെ രാജ്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുണ്ടായപ്പോൾ, പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ പണ്ടുണ്ടായ രാജ്യമാണ്. അമേരിക്കയ്ക്ക് നല്ല പ്രായമുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ. അവരുടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ DPSP ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ പെരുമാറണമെന്നുള്ള ഒരു കാര്യങ്ങളൊന്നും അതിലെഴുതിയിട്ടില്ല. പുതിയ പുതിയ കോൺസ്റ്റിറ്റ്യൂഷനുകളിലാണ്, അതായത് പുതിയ പുതിയ രാജ്യങ്ങൾ. നമ്മളൊക്കെ ഉണ്ടായിട്ട് എത്ര 47 നമ്മളൊക്കെ നമ്മുടെ രാജ്യമൊക്കെ ഉണ്ടായത്. കമ്പാരിറ്റീവ്ലി നമ്മുടെ രാജ്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര യങ്ങാണ്. ഇപ്പോൾ ഒരു സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ യങ്ങാണ് ഭയങ്കരമായിട്ട്. അപ്പം ഈ രാജ്യത്തിൻ്റെ, നമ്മളെപ്പോലുള്ള യങ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇതുപോലത്തെ DPSP പോലുള്ള സ്റ്റേറ്റിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പം റീസെൻ്റ് ആയിട്ട് വന്ന രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഇതൊരു പുതിയൊരു മോഡേൺ ഒരു സംഭവമാണെന്ന് വിചാരിക്കുക DPSP എന്ന് പറയുന്നത്.
അപ്പം അത്രയും കാര്യങ്ങളേ ഉള്ളൂ. DPSP പല രാജ്യങ്ങളിലും പല രീതിയിലായിരിക്കും. ചിലയിടത്ത് ഇത് ജസ്റ്റീഷ്യബിൾ ആയിരിക്കും, ചിലയിടത്ത് ജസ്റ്റീഷ്യബിൾ അല്ലായിരിക്കും. ഇന്ത്യയിൽ അത് ജസ്റ്റീഷ്യബിൾ അല്ല. DPSP ഗവൺമെൻറ് പാലിക്കുന്നില്ല. അതായത് ഗവൺമെൻറ്റിന് ചില ഓർമ്മപ്പെടുത്തലുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഓർത്ത് വെച്ച് ഗവൺമെൻറ് പെരുമാറുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും കോടതിയിൽ പോകാൻ പറ്റത്തില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമല്ലേ ഈ ഗവൺമെൻറ് കാണിക്കുന്നത്, DPSP ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്നും ഒരിടത്തും പോകാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ നേച്ചർ നോൺ ജസ്റ്റീഷ്യബിൾ ആണ് എന്നുള്ളത് ഓർക്കുക. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. DPSP ഒരു നിർദ്ദേശം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇത് നമ്മൾ എടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. DPSPക്ക് മുന്നേ ഉള്ള ഒരു ഫോമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിയാമ്പിളിന് മുന്നേ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ രൂപമാറ്റം സംഭവിച്ച് അതിനെ ഒന്ന് ഭംഗിയാക്കി എടുത്ത് ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്താണ് നമ്മൾ പ്രിയാമ്പിൾ ഉണ്ടാക്കിയത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ത് ചെയ്തത്, രൂപപ്പെടുത്തിയെടുത്തത്. അതുപോലെ നമ്മൾ DPSP രൂപപ്പെടുത്തിയെടുത്തത് എവിടെ നിന്നാണ്? ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ആക്സഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്നതിന് വേണ്ടി കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പം നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വാഭാവികമായിട്ടും ഈ ഭരണം കൊണ്ട് വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ബഹളം വെക്കും, ഇന്ത്യക്കാർ ബഹളം വെക്കും. അപ്പം ബ്രിട്ടീഷുകാർ പറയും വെയിറ്റ് ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ചില നിയമങ്ങൾ പുതിയതായിട്ട് നമ്മളെ ഒന്ന് സോപ്പിടാൻ വേണ്ടി നല്ല നിയമങ്ങൾ ഇവരൊന്ന് ഉണ്ടാക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ പഴയ പോലെ ആകും. അതായിരുന്നു നമ്മുടെ ഒരു കാലഘട്ടം മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധമാണ്. അപ്പം നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ബഹളം വെക്കുന്ന കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബ്രിട്ടീഷുകാർ ഇറക്കി. അതായത് ഞങ്ങൾ പൊന്നുപോലെ ഇന്ത്യ നോക്കിക്കോളാം, ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നോക്കും, ഞങ്ങൾ ഇത് വെച്ചിട്ടാണ് നിങ്ങളെ ഭരിക്കാൻ പോകുന്നത്, ഇതിൻ്റെ അണ്ടറിൽ നിങ്ങൾ ഭരിക്കപ്പെടുമ്പോൾ നിങ്ങൾ അടിപൊളിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കാഴ്ച വെച്ചൊരു ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പകുതി മുക്കാലും നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് പല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ മുഴുവനും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ ഡെപ്ത് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ നന്നായിട്ട് ഭരിച്ചോളാം, ഞങ്ങളിതൊക്കെ ഓർത്ത് വെച്ച് ഭരിച്ചോളാം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ആക്സഷൻ. ഓക്കെ, അപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർക്ക് ഭരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എഴുതി ചേർത്ത സാധനമാണ് മറ്റേ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ആക്സഷൻ. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് നമ്മൾ DPSP എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ DPSPയുടെ പൂർവികൻ ആരാന്ന് ചോദിച്ചാൽ എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ആക്സഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ആക്സഷൻ. അത്ര ഡീപ്പായിട്ട് ചോദിക്കത്തില്ല. ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തതെന്ന് അല്ലെങ്കിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഐഡിയ കടമെടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ പാടുള്ളൂ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും നിങ്ങളുടെ അടുത്ത് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ആക്സഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്? DPSP എന്ന് എഴുതണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം? നല്ലൊരു സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം? നമ്മൾ പാർട്ട് 3 എന്താ പഠിച്ചത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പൗരന്മാർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് നൽകേണ്ടത്? ഓക്കെ, അതാണ് പാർട്ട് 3. പാർട്ട് 4 സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം? മിടുക്കനായിട്ടുള്ളൊരു സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം? നമ്മൾ ഈ സ്കൂളിലൊക്കെ പറയത്തില്ല, മിടുക്കനായ വെച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, രാവിലെ എണീക്കണം, പല്ലേക്കണം, ക്ലാസ്സിൽ വരണം, പഠിക്കണം, കൂട്ടുകാരുമായിട്ട് അടിയുണ്ടാക്കരുത്. അതുപോലെ നല്ലൊരു സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്. അപ്പം നല്ലൊരു ഗവൺമെൻറ്, നല്ലൊരു പോളിസി മേക്കിങ് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് നമ്മൾ DPSPയിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഐഡിയൽ സങ്കല്പം ആയതുകൊണ്ട് തന്നെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇത്രയും വലിയ രാജ്യത്ത് ഇത്രയും പട്ടിണിയിൽ കിടക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളതെല്ലാം. അപ്പം ഇവിടെയുള്ള എല്ലാവർക്കും നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇതൊക്കെ ചെയ്യണമെന്ന് നമ്മൾ എഴുതി വെച്ചാൽ നടപടി ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് നോൺ ജസ്റ്റീഷ്യബിൾ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലുള്ള എല്ലാവർക്കും ജോലി വേണം എന്ന് DPSPയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമായിട്ടും പ്രാവർത്തികമാണ്. ഇപ്പോൾ ഏത് ഗവൺമെൻറ് തലകുത്തി നിന്നാലും എന്ത് സംഭവിക്കത്തില്ല, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ജോലി കിട്ടാനുള്ളത് പറ്റത്തില്ല. അപ്പം ഇന്ത്യയിലുള്ള എല്ലാവർക്കും ജോലി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോടതിയിലും കൂടെ കയറാൻ തുടങ്ങിയാലോ? അപ്പോൾ ചില കാര്യങ്ങൾ ഭയങ്കര അംബീഷ്യസ് ടാർഗറ്റാണ്, നമ്മളെ കൊണ്ടത് പറ്റുകയില്ല. പക്ഷെ നമുക്ക് ഭാവിയിൽ ഇത് സംഭവിക്കും, ഭാവിയിൽ നമുക്കിത് പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് DPSP എന്നും കൂടെ ഓർക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്രിട്ടിക്സ്
നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ല, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ള പല ക്രിറ്റിക്സും DPSPയിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, മറ്റേത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, മൂന്നാമത്തേത് ലിബറൽ പ്രിൻസിപ്പിൾസ്. അപ്പം സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള കുറച്ച് ഓർമ്മപ്പെടുത്തലുകളുണ്ട്, ഗാന്ധിയൻ ടൈപ്പ് ഓഫ് ഓർമ്മപ്പെടുത്തലുകളുണ്ട്, ലിബറൽ ടൈപ്പ് ഓഫ് ഓർമ്മപ്പെടുത്തലുകളും ഉണ്ട് ഇതിൽ DPSPയിൽ എന്ന് ഓർക്കുക. അപ്പം ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ നമുക്ക് നേരിട്ട് DPSPയിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നോക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് DPSP എത്ര തവണ അമെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും നോക്കണം. പിന്നെ DPSPയിലെ പ്രധാനപ്പെട്ട ചില യൂണിഫോം സിവിൽ കോഡ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന കാര്യം ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അതുകൊണ്ടാണ് നാളെ എന്തെങ്കിലും ചെയ്യൂ എന്നുള്ളൊരു രീതിയിൽ, നാളെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം, എല്ലാം ശരിയായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ യൂണിഫോം സിവിൽ കോഡൊക്കെ. അപ്പം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തൊന്നും നടത്തുന്നില്ല. അപ്പം ഭാവിയിൽ ഇന്ത്യ ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞ്, ഇവനെ വലുതായി കഴിഞ്ഞ്, ഇവൻ കുട്ടിയാണ്, ഇവൻ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ള നമ്മുടെ മെമ്പേഴ്സ്, അംബേദ്കർ അടക്കമുള്ളവർ ചിന്തിച്ച് എഴുതി വെച്ച കാര്യമാണ് DPSP എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജനങ്ങൾക്കുള്ള അവകാശമാണ്. DPSP എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റിനുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യും, അതായത് ജനങ്ങൾക്ക് അവകാശം കൊടുത്തേക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് തോന്നിയവാസം ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉപയോഗിക്കുന്ന ജനങ്ങൾ എന്ത് ചെയ്യും? അവരുടെ റൈറ്റ് ഉപയോഗിച്ച് സ്റ്റേറ്റിനെ നിലയ്ക്ക് നിർത്തും. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സ്റ്റേറ്റുമായിട്ട് നെഗറ്റീവാണ് എന്നുള്ളത് ഓർക്കണം. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. പക്ഷേ DPSP എന്ന് പറയുന്നത് സ്റ്റേറ്റിനോട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജനങ്ങളുടെ സൈഡിൽ നിന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ, തോന്നിയവാസം ചെയ്യുന്നതിനെ ലിമിറ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സ്റ്റേറ്റിന് നെഗറ്റീവാണ്, പക്ഷേ DPSP സ്റ്റേറ്റിന് പോസിറ്റീവാണ്. കാരണം സ്റ്റേറ്റിനോട് ഇന്ന കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. സ്റ്റേറ്റിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. അതായത് നമുക്കറിയാം ലാൻഡ് റിഫോംസ് എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ നന്നായിട്ട് നോക്കണം സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ജനങ്ങളെ നന്നായിട്ട് നോക്കണമെങ്കിൽ ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എന്ത് ചെയ്യേണ്ടി വരും? കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സ്റ്റേറ്റിന് എന്തും ചെയ്യാനുള്ളൊരു പവർ DPSP കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നോൺ ജസ്റ്റീഷ്യബിളാണ്. അത് DPSPയിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റിന് എന്തും ചെയ്യാനും പറ്റത്തില്ല. ഒരു പരിധിയിൽ മയത്തിൽ സ്ട്രക്ചർ, നമ്മുടെ ബേസിക് സ്ട്രക്ചറിനെയൊക്കെ ബാധിക്കാത്ത രീതിയിൽ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പെരുമാറാൻ പറ്റത്തുള്ളൂ. എനിവേ DPSP സ്റ്റേറ്റിന് പോസിറ്റീവ് ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജസ്റ്റീഷ്യബിൾ ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആരുടെയിലൊക്കെ വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വേണ്ടി കോടതിയിൽ പോകാൻ പറ്റും. പക്ഷേ DPSP നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. പിന്നെ പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പൊളിറ്റിക്കലി ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഉദ്ദേശം. DPSPയുടെ എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഈ ജനാധിപത്യത്തെ മുന്നോട്ട് ഉയർത്തുക എന്നുള്ളതാണ് DPSPയുടെ ഉദ്ദേശം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരും, ജനങ്ങളെ എല്ലാവരും രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് ഉൾപ്പെടുത്താനാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് സ്റ്റേറ്റ് എന്തെങ്കിലും മോശം ചെയ്യാനും നമ്മൾ ജനങ്ങൾ ഉടനെ അതങ്ങനെയാണോ ചെയ്യേണ്ടത്, ശരിയായിട്ട് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ എന്തുണ്ട്? അവകാശമുണ്ട്. DPSP വരുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ജനങ്ങളെ നോക്കിയേക്കണേ എന്നുള്ളൊരു സംഭവമാണ് DPSPയിൽ പറയുന്നത്. സോ DPSP ഈസ് ലിങ്ക്ഡ് വിത്ത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ജനങ്ങളുടെ എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഡെമോക്രസിയെ ഉറപ്പുവരുത്തുന്നതിനാണ് DPSP. പൊളിറ്റിക്കൽ ഡെമോക്രസിയെ ജനങ്ങളുടേത് ഉറപ്പുവരുത്തുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെന്ന് ഓർക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ലീഗൽ സാങ്ഷൻ ഉണ്ട്, പക്ഷേ DPSPയിൽ അങ്ങനത്തെ ഒന്നുമില്ല. ദേ ഹാവ് മോറലായിട്ടുള്ള കാര്യങ്ങളാണ് DPSPക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്ക് വരുമ്പം ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഉയർച്ചയ്ക്കാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉപകരിക്കുന്നത്. അതായത് എഡ്യൂക്കേഷൻ എല്ലാ വ്യക്തിയുടെ അവകാശമാണ്. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടും. ഓരോ വ്യക്തിയുടെ അവകാശം, ഇതെൻ്റെ പ്രോപ്പർട്ടി, മീൻസ് കമൻസ്മെൻറ്റിൻ്റെ സമയത്ത് പ്രോപ്പർട്ടിയും ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നല്ലോ. ഇതെൻ്റെ പ്രോപ്പർട്ടി, ഇതെൻ്റെ ജീവിതം, എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ ഇക്വാലിറ്റി, എൻ്റെ ഫ്രീഡം, അങ്ങനെയുള്ളൊരു സാധനം വ്യക്തിഗതമായിട്ടുള്ള ഉയർച്ചയ്ക്കായിരുന്നു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. DPSP ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? സൊസൈറ്റിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. എന്നും ഒരു വിഷയമുണ്ടെന്ന് നിങ്ങളൊരു കാര്യം ഓർക്കുക. ഇൻഡിവിജ്വൽ വേഴ്സസ് സൊസൈറ്റി. സൊസൈറ്റിയെ മുഴുവനായിട്ട് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് കിട്ടുന്ന ചില ഗുണങ്ങൾക്ക് കുറവ് വരും. ഇൻഡിവിജ്വൽ ഉയരാൻ ശ്രമിക്കുമ്പോൾ സൊസൈറ്റലായിട്ടുള്ള ഗുണങ്ങൾക്ക് കുറവ് വരും.
മനസ്സിലായോ? അപ്പം നമുക്ക് സമൂഹത്തിൽ ഇപ്പോൾ ഈ റിസർവേഷൻ്റെ കേസാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, സമൂഹത്തിൽ കുറേ വിഭാഗം ആളുകളിലേക്ക് പല ഓപ്പർച്യൂണിറ്റീസും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിസർവേഷൻ, സൊസൈറ്റി നന്നാവാൻ വേണ്ടി നമ്മൾ റിസർവേഷൻ എന്ത് ചെയ്യും? ഇംപ്ലിമെൻറ്റ് ചെയ്യും. പക്ഷേ എന്താ സംഭവിക്കുന്നത്? വ്യക്തികൾക്ക്, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ പോലും അത് ഇൻഡിവിജ്വലിനെ മോശമായിട്ട് പലപ്പോഴും ബാധിച്ചിട്ടുണ്ട്, ജനറലുകാരെ അല്ലേ. അപ്പം നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇൻഡിവിജ്വലിനെ ബാധിക്കും. ഇനി ഇൻഡിവിജ്വലിന് വേണ്ടി പല പല റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്ന കാരണം ഈ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് എന്തൊന്നും മുക്കിയാലും എന്ത് പറ്റുക, ഇൻഡിവിജ്വൽസ് ഇറങ്ങും. ഇത് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രോഗ്രസ്സിലേക്ക് എപ്പോഴും ഫണ്ടമെൻ്റൽ റൈറ്റ്സും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യും? തടസ്സം സൃഷ്ടിക്കും. സോ നമുക്ക് ഈ ഒരു സംഭവം എപ്പോഴും ഉണ്ട്. ഇൻഡിവിജ്വൽ റൈറ്റ്സും സൊസൈറ്റൽ റൈറ്റ്സും തമ്മിൽ എന്ന് യുദ്ധം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം DPSP ഈസ് ഫോർ സൊസൈറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് ഫോർ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. ഓക്കെ, അപ്പം അത്ര മനസ്സിലായല്ലോ. അപ്പം സൊസൈറ്റേറിയൻ സോഷ്യലിസ്റ്റിക് വ്യൂ ആണ് DPSPയുടെ എന്ന് മനസ്സിലാക്കുക. കേട്ടോ, ഒരു രാജ്യം ചുമ്മാതല്ല ഉണ്ടാവുന്നത്. നമ്മൾ ഈ പൊളിറ്റിയൊക്കെ ചുമ്മാതിരുന്ന് പഠിച്ചാൽ പോരാ, എന്തേറെ കാര്യങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാൻ കാരണം ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ രാജ്യത്തുള്ളവർ ചെയ്തു വെച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്ര സമാധാനത്തിലിരുന്ന് ഇതൊക്കെ ചിന്തിക്കാനെങ്കിലും പറ്റുന്നത്. ഇവിടെ എപ്പോഴും യുദ്ധവും അടിയും ബഹളവും ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മളെപ്പോഴും ജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ പല രാജ്യങ്ങളും അതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അവർ നോക്കിയും കണ്ടും എന്തൊക്കെയോ ചെയ്തതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്. സമാധാനമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് നമുക്ക് സ്കോപ്പ് ഉള്ളത് ഇപ്പോഴും. സൊസൈറ്റലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് നമ്മുടെ രാജ്യത്ത് സ്കോപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ലെജിസ്ലേഷൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇപ്പം നിയമവും നടപടിയൊന്നും ഇല്ലെങ്കിലും ജനങ്ങൾക്കുണ്ടത്. DPSP എന്ന് പറയുന്ന ബുക്കിൽ കുറച്ച് പോർഷൻസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അത് നടപ്പിലാക്കണമെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം? നിയമം പാസ്സാക്കണം. അപ്പോൾ DPSP ക്യാൻ ബി ഓൺലി ഇംപ്ലിമെൻറ്റഡ് ബൈ പാസിംഗ് ലോസ്. DPSP ഡയറക്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. DPSP ക്യാൻ ബി ഓൺലി ഇംപ്ലിമെൻറ്റഡ് ബൈ പാസിംഗ് ലോസ്. നമ്മുടെ ലെജിസ്ലേച്ചറിലുള്ളവർ ചിന്തിച്ച് DPSP നടപ്പിലാക്കാൻ വേണ്ടി ലോസ് ഉണ്ടാക്കിയാൽ മാത്രമേ DPSPയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിലവിൽ വരുത്താൻ പറ്റത്തുള്ളൂ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അങ്ങനെയല്ല, നിയമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ അവകാശമുണ്ട്. അപ്പം യൂണിഫോം സിവിൽ കോഡൊക്കെ ഓരോ നിയമമാണ് ഓരോ പല കാര്യങ്ങളിലും വരുന്നത്. ഓക്കെ, അപ്പം നിയമം വേണം DPSP ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഓർക്കുക. പിന്നെ കോർട്ടിന് ഒരു പവറുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ DPSPയുടെ കാര്യത്തിൽ അങ്ങനെ DPSPക്ക് വിരുദ്ധമാണ് ഈ നിയമം, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറയാൻ കോർട്ടിന് പറ്റത്തില്ല. ഓക്കെ, പിന്നെ ലാസ്റ്റ് പോയിന്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യം, ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ കോർട്ട് അപ്പോഴേ പറയും ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമാണ്. പക്ഷേ DPSPക്ക് ഗുണം ചെയ്യാത്ത എന്തെങ്കിലും നിയമം, DPSPയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെതിരായിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും നിയമം ഉണ്ടാക്കിയാൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് കോർട്ട് പറയത്തില്ല. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എതിരെ മാത്രമേ നിയമം ഒരിക്കലും പോകാതിരിക്കാൻ പാടുള്ളൂ. DPSPക്കെതിരെ പോയാലും, അതായത് DPSPക്കെതിരെ പോകാമെന്ന് പറഞ്ഞാൽ സൊസൈറ്റലായിട്ടുള്ള ഉയർച്ചയ്ക്കെതിരെ പോയിട്ട്, പക്ഷേ ഇൻഡിവിജ്വൽ ഉയർച്ച അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം DPSPക്ക് എതിരെയുള്ള നിയമങ്ങൾ വന്നാലും അതത്ര വലിയ കാര്യമാക്കത്തില്ല. കാരണം അങ്ങനെ DPSPക്കെതിരെയുള്ള എതിരെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, DPSPയെ ഹെൽപ്പ് ചെയ്യാത്ത രീതിയിലുള്ള നിയമങ്ങൾ വന്നാലും കോർട്ടങ്ങ് സഹിക്കും. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് കോർട്ട് വിധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള സംഭവം. DPSPയുടെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ബെഡ് റോക്കിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സമാധാനവും സമൃദ്ധിയും ഒക്കെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒരേ സമയം ഇൻഡിവിജ്വൽ റൈറ്റ്സും സെറ്റാവണം, അതേസമയം സൊസൈറ്റിയും മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ, ഇൻഡിവിജ്വൽ റൈറ്റ്സിന് വേണ്ടി ഫണ്ടമെൻ്റൽ റൈറ്റ്സും സൊസൈറ്റിക്ക് വേണ്ടി DPSPയും ആണ്. സൊസൈറ്റി, അതായത് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ ആളെ വീതം രക്ഷപ്പെടുത്താനല്ല, സമൂഹത്തെ ഒന്നടങ്കം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം, അല്ലെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അതാ. അപ്പോൾ ഗവൺമെൻറ് എങ്ങനെ ആയിരിക്കണം? ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം സമൂഹത്തിൻ്റെ ഉന്നതി. അപ്പോൾ ആ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഗവൺമെൻറ് എങ്ങനെയൊക്കെ രീതിയിൽ പെരുമാറണം എന്നുള്ളതാണ് DPSP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സൊസൈറ്റിക്ക് വേണ്ടി എന്തെന്ന് ചോദിച്ചാൽ DPSP ആണെന്ന് ഓർക്കണം. ഇൻഡിവിജ്വലിന് വേണ്ടി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഇതൊക്കെ ഇൻഡിവിജ്വലിന് വേണ്ടിയാണെന്നുള്ളതും ഓർക്കണം. സ്റ്റേറ്റിന് വേണ്ടി എന്താ ഉള്ളൊരു സംഭവമാണ് DPSP, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി സൊസൈറ്റൽ വെൽഫെയർ ആണ് DPSPയുടെ ഉദ്ദേശം. എന്താണ് ഇത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സൊസൈറ്റൽ വെൽഫെയർ ആണ് DPSPയുടെ ഉദ്ദേശം. എനിവേ എൻ്റെ ഫോണിൻ്റെ ബാറ്ററീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ബൈ.